എല്ലാവർക്കും മത്തങ്ങ ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ സോഫി പോളി. എല്ലാ ചെങ്കോലും വടിയാണെങ്കിലും എല്ലാ വടിയും ചെങ്കോലല്ല. രണ്ടിനും അധികാരഭാവമാണുള്ളത്. ഒരു തൊട്ടിൽ കെട്ടുന്നതിലൂടെ നമ്മൾ വടിയുമായി ബന്ധപ്പെട്ടിരിക്കുക. ആ കുഞ്ഞ് വലുതാകുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ആദ്യം ഈർക്കളി കാണിച്ച് പേടിപ്പിക്കും, പിന്നെ പേരവടി കാണിച്ച് പേടിപ്പിക്കും, പിന്നെ പുളിവടി കാണിച്ച് പേടിപ്പിക്കും. പിന്നെ ഈ കുഞ്ഞ് വലുതായി സ്കൂളിൽ പോകുമ്പോഴാണ് ചൂരൽ വടി കാണുന്നത്. ഇന്നത്തെ പിള്ളേരുടെ കാര്യമല്ല കേട്ടോ പറയണേ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചൂരൽ വടിയാട്ടോ സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത്. ഇന്നത്തെ പിള്ളേർ എന്താ കാണുന്നത്? ബിസ്ക്കറ്റ്, കളിപ്പാട്ടം, മിഠായി, ബലൂൺ, പി ഡാൻസ്, പാട്ട്, മേളം, ഇതൊക്കെയാണ്. ഇന്ന് സ്കൂളിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ചൂരൽ. ഈ വടി നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ സ്ലേറ്റ് കൊണ്ട് എഴുതും. സ്ലേറ്റ് പെൻസില് അത് ഇത്രയുള്ളൊരു ചെറിയൊരു വടി പോലെയാണ്. ആ പെൻസിൽ കൊണ്ട് നമ്മൾ എഴുതും. നിലത്ത് വീഴും, ഒടിയും, നിലത്ത് വീഴും, ഒടിയും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പെൻസിലിലേക്ക് കിടക്കും. പെൻസിൽ കിടക്കുമ്പോൾ ഈ പെൻസിൽ എന്തെയും എന്നും ഈ ചെത്തല, നിലത്ത് വീഴും, മൊനോടിയും, വീണ്ടും ചെത്തും. അങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുവന്ന പെൻസില് വൈകുന്നേരം ആകുമ്പോൾ ഇത്രയും ആയിത്തീരും. അപ്പോൾ അച്ഛന് തോന്നി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്നും പെൻസില് ചെറുതായിട്ടാണ് വന്നത്. അച്ഛന് തോന്നി വലിയൊരു പെൻസിൽ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വലിയൊരു പെൻസിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എഴുതാനായിട്ട് പിടിച്ചു നോക്കിയപ്പോൾ അതുകൊണ്ട് എഴുതാൻ പറ്റണില്ല. അപ്പോൾ അച്ഛനാകെ ദേഷ്യം വന്നിട്ട് അച്ഛൻ ഈ പെൻസിൽ ഒരു ഏറങ്ങട് കൊടുത്തു. ഏറ് കൊടുത്തപ്പോൾ അത് മൊന കുത്തി അവിടെ അങ്ങ് നിന്നു. അപ്പം അച്ഛനൊരു ഐഡിയ തോന്നി. ഇതാണ് ജാവലിൻ ത്രോ. അങ്ങനെയാണ് ജാവലിൻ ത്രോ എന്ന കാര്യം നിലവിൽ വന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ ഇന്നത്തെ പോലെ ബോള്, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നൊക്കെ ഈ വടിയും കല്ലും മണ്ണും ഇതൊക്കെ വെച്ച് തന്നെ പിള്ളേർ കളിക്കാറ്. ഒരു വടിക്ക് വേണ്ടി രണ്ട് പിള്ളേർ ഒന്ന് പിടിവലി നടത്താം. ആ സമയത്താണ് കള്ളനും പോലീസും കളിച്ച് വരുന്ന രണ്ട് കുട്ടികളിൽ കള്ളനായിട്ട് ഓടുന്നവൻ ഈ വടിയുടെ മുകളിൽ പൊങ്ങി അങ്ങോട്ട് ചാടി. ഐഡിയ നോട്ട് ദ പോയിന്റ്. എന്ത് നിലവിൽ വന്നു? ഹൈ ജമ്പ്. അങ്ങനെയാണ് നിലവിൽ വന്നത്. മതിലിനപ്പുറത്ത് ഭയങ്കര ബഹളം. എന്തൊരു ഒച്ചയും ബഹളവും, കരച്ചിലും തല്ലും ബഹളം. ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ആകെ വിഷമം, ഇന്ന് കാണാൻ പറ്റണില്ലല്ലോ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ഒരു വടി കുത്തിപ്പിടിച്ച് പൊങ്ങിച്ചാടി മതിലിൻ്റെ മുകളിൽ കയറി അങ്ങോട്ട് നോക്കി. ഇത് കണ്ടപ്പോൾ മറ്റൊരാൾക്ക് തോന്നി അങ്ങനെ അവൻ മാത്രം കണ്ടാൽ ശരിയാവില്ലല്ലോ, എനിക്കും കൂടി കാണണമല്ലോ എന്ന് കരുതി അവനും ഒരു വടി കുത്തി അങ്ങോട്ട് ചാടിപ്പോയി മതിലിൻ്റെ അപ്പുറത്ത് ചെന്നങ്ങ് വീണു. കൈയൊടിഞ്ഞു. ആസ്പത്രിയിൽ ചെന്നപ്പോൾ കൈക്ക് 2 വടി വെച്ച് കെട്ടി. ആദ്യം ചാടിയ ആളുടെ പേര് പോൾ എന്നായതുകൊണ്ട് പോൾവാൾ എന്നൊരു കായികനും കൂടി നമുക്ക് കിട്ടി. ഓർക്കണം കേട്ടോ. അങ്ങനെ ഈ വടി ഒരു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ. ഇനിയും വടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സമയം കുറച്ച് കൂടുതലായിപ്പോയി. അടുത്ത എപ്പിസോഡിൽ വടിയെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.